കേജ്രിവാളിൻ്റെ കേസിൽ അദ്ദേഹത്തിനെ ശിക്ഷിക്കത്തില്ലെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ലല്ലോ. അരവിന്ദ് കേജ്രിവാൾ ഊരിയ വാൾ തിരിച്ചു തന്നെ വെക്കേണ്ടി വരും. ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് വെച്ചുകൊണ്ട് പറഞ്ഞു, മോനെ ചൗക്കീദാർ കള്ളനായിരുന്നു, അത് പക്ഷേ ഞാനല്ല, നിൻ്റെ അച്ഛനായിരുന്നു കള്ളൻ. കേജ്രിവാൾ കള്ളനാണ് എന്ന് തന്നെയാണോ താങ്കൾ വിശ്വസിക്കുന്നത്? അല്ല, കേജ്രിവാൾ നമ്മൾ വിചാരിക്കുന്ന അത്ര വലിയ മഹത്വമുള്ള ഒരാളാണെന്ന് ഞാൻ കരുതുന്നില്ല. നമസ്കാരം. ഇൻ്റർവ്യൂവിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അത് ചോദിച്ചിരുന്നു ശ്രീ കോന്നി ഗോപകുമാർ. വെൽക്കം സർ, വെൽക്കം ടു ഇൻ്റർവ്യൂ. സർ, ഡൽഹി തെരഞ്ഞെടുപ്പ് ഫലമൊക്കെ താങ്കൾ നിരീക്ഷിച്ചിട്ടുണ്ടല്ലോ. ഇപ്പോൾ എല്ലാവർക്കും അറിയേണ്ട ഒറ്റ ചോദ്യത്തിന് ഉത്തരം മാത്രമാണ്. ആം ആദ്മി പാർട്ടി എന്ന പ്രസ്ഥാനത്തിൻ്റെ ഭാവി എന്താണ്? അതോടൊപ്പം തന്നെ അരവിന്ദ് കെജ്രിവാൾ ഇനി എന്ത് ചെയ്യും? താങ്കളുടെ നിരീക്ഷണം എന്താണ്? അത് അതിനൊരു പെട്ടെന്നൊരു മറുപടി ഭാവി നമ്മൾ കാലം തെളിയിക്കേണ്ടതാണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പായിട്ട് പറയാം, ഈ ആം ആദ്മി പാർട്ടി എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ സ്റ്റാർട്ടപ്പായിരുന്നു. ആ പൊളിറ്റിക്കൽ സ്റ്റാർട്ടപ്പ് 13 വർഷം അവരുടെ ഉൽപ്പന്നങ്ങൾ ഭംഗിയായിട്ട് ഡൽഹി വിപണിയിൽ വിറ്റഴിച്ചു. ഡൽഹി വിപണിയിൽ അവർക്ക് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റിയത്. അതിനുശേഷം ഗോവയിൽ പോയി പരാജയപ്പെട്ടു പോയി. പഞ്ചാബിൽ നല്ല ഭൂരിപക്ഷത്തിൽ അവരുടെ ഗവൺമെൻറ് ഉണ്ട് താനും. അപ്പോൾ ഈ ഉൽപ്പന്നം അത് വിറ്റഴിക്കാൻ പ്രധാനപ്പെട്ട കാരണം അതിൻ്റെ ഒരു ബ്രാൻഡ് അംബാസിഡർ അരവിന്ദ് കേജ്രിവാളായിരുന്നു. അരവിന്ദ് കേജ്രിവാൾ അദ്ദേഹം മുന്നോട്ട് വെച്ച മുദ്രാവാക്യം അഴിമതി വിരുദ്ധ നിലപാടുകളാണ്. ഏറ്റവും വലിയ രസകരമായ കാര്യം, ഈ സ്റ്റാർട്ടപ്പ് യുദ്ധം ആരംഭിച്ചത് ഒരു മൾട്ടിനാഷണൽ കമ്പനിയുമായിട്ടാണ്. അതിൻ്റെ ഒരു ഭാരതീയ ജനതാ പാർട്ടി എന്നാണ്. അപ്പോൾ ഈ സ്റ്റാർട്ടപ്പ് ഈ ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന ശക്തമായൊരു ബ്രാൻഡിൻ്റെ മുന്നിൽ അവസാനം അടിയറവ് പറയുന്നതാണ് നമ്മൾ ദില്ലിയിൽ കണ്ടത്. അതിൻ്റെ കാരണം, കേജ്രിവാൾ 13 വർഷം മുമ്പ് ഇത് ആരംഭിക്കുമ്പോൾ, ആം ആദ്മി പാർട്ടിക്ക് തുടക്കം കുറിക്കുമ്പോൾ, അന്നാ ഹസാരെ എന്ന് പറഞ്ഞ വലിയ പ്രശസ്തനായ ഒരാൾ അവിടെ നടത്തിയ ഒരു അഴിമതി വിരുദ്ധ സമരമുണ്ട്. ആ സമരത്തിൻ്റെ ചുവട് പിടിച്ചാണ് കേജ്രിവാൾ വന്നത്. അപ്പോൾ കേജ്രിവാൾ വളരെ ഈ അഴിമതി വിരുദ്ധ നിലപാട് എന്നൊക്കെ പറയുന്നത് അതൊരു സങ്കല്പമാണ്. നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ സ്ഥിതി സമത്വം എന്നൊക്കെ പറയുന്നത് പോലെ ഒരു സങ്കല്പം മാത്രം, അതൊന്നും പ്രായോഗികമായ കാര്യമല്ല. അപ്പോൾ ഈ സങ്കല്പവുമായിട്ടാണ് അവർ പോയത്. വളരെ പ്ലാറ്റോണിക്കായിട്ടുള്ള ആശയമൊക്കെ മുന്നോട്ട് വെച്ച് പോയി. പക്ഷേ ഏറ്റവും രസകരമായ കാര്യം, ഇതിൻ്റെ അന്ത്യം വന്നത് തന്നെ അഴിമതി വിരുദ്ധ സമരത്തിന് നേതൃത്വം നൽകിയ കേജ്രിവാൾ തന്നെ അഴിമതിക്കാരനായി ജയിലിൽ കിടന്ന് അവസാനം തോറ്റുപോയി. അപ്പോൾ കേജ്രിവാൾ ജയിക്കുകയും മറ്റൊരു ആം ആദ്മി പാർട്ടി MLAയും ജയിച്ചില്ലെങ്കിൽ തോറ്റുപോവുകയും ചെയ്തിരുന്നാൽ പോലും ആം ആദ്മി പാർട്ടിക്ക് ഒരു സ്പേസ് ഉണ്ടായിരുന്നു. ഇതിനൊരു തലവനില്ല. ആം ആദ്മി തീർന്നു പോയി. കാരണം ഇത് മുഴുവൻ കേജ്രിവാൾ ചെയ്തത് കേജ്രിവാളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തു പോവുകയാണ് ചെയ്തത്. കാരണം ഇത്രമാത്രം അധികാര ദുർമുഖിയായ ഒരു രാഷ്ട്രീയക്കാരന് വളരെ അപൂർവം, ഇല്ലയെന്ന് പറയാനൊക്കത്തില്ല, വളരെ അപൂർവമാണ് ഇന്ത്യയിലുള്ളത്. നമ്മുടെ ലാലു പ്രസാദ് യാദവിനെതിരായിട്ട് കേസ് വന്ന് വിധി വന്നപ്പോഴേ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ലാത്ത അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയെ ബീഹാറിലിരുത്തി, നിരക്ഷരയെ, അവർക്കറിയത്തില്ല, ഒപ്പിടാൻ പോലും അറിയത്തില്ല, അവരെയാണ് ബീഹാറിലിരുത്തി ഭരിച്ചത്. അതിൻ്റെ ഫലം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. എങ്കിലും കേജ്രിവാൾ ശ്രമിച്ചത് അതിനാണ്. കേജ്രിവാൾ ജയിലിൽ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ പൊതുരംഗത്തിറക്കാനാണ് ശ്രമിച്ചത്. അവർ ഈ ആം ആദ്മി പാർട്ടിയോട് ബന്ധമുള്ള ഒരാളൊന്നുമല്ല. അവസാനം അതും സാധ്യമല്ലെന്ന് കണ്ടപ്പോഴാണ് അതിഷിയെ മുഖ്യമന്ത്രിയാക്കി ഒരു ബാക്ക് സീറ്റ് ഭരണത്തിലേക്ക് പോയത്. അപ്പോൾ കേജ്രിവാൾ എന്ന് പറയുന്ന മനുഷ്യൻ്റെ പൊയ്മുഖം വളരെ ഫലപ്രദമായി ദില്ലിയിലെ ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കുന്ന കാര്യത്തിൽ BJP വിജയിച്ചു. ആ ബ്രാൻഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയും ഈ ഒരു ബ്രാൻഡുമായി കേജ്രിവാളിന് പോകാൻ പറ്റില്ല. തെരഞ്ഞെടുപ്പിൻ്റെ അന്തിമഘട്ടത്തിലോട്ട്, അല്ലെങ്കിൽ പ്രചാരണത്തിൻ്റെ അന്തിമഘട്ടത്തിലോട്ട് കടന്നപ്പോൾ കേജ്രിവാൾ പറഞ്ഞൊരു കാര്യം, നരേന്ദ്രമോദിക്ക് ഈ ജന്മം ആം ആദ്മി പാർട്ടിയെ തൊടാൻ സാധിക്കില്ല, വേണമെങ്കിൽ അടുത്ത ജന്മത്തിൽ അദ്ദേഹത്തിനാകാം, ഈ ജന്മം എന്തായാലും സാധിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷേ അതേ കേജ്രിവാളിൻ്റെ ഉച്ചം തലയിലാണ് മോദി അടിച്ചിരിക്കുന്നത്. ആ അടി കൊണ്ട് ഇനി അദ്ദേഹം ഒരിക്കലും എഴുന്നേൽക്കില്ല എന്ന് നരേന്ദ്രമോദി ഫാൻസ് അസോസിയേഷൻ്റെ ആൾക്കാർ പറയുന്നു. താങ്കളും അതേ നിലപാടാണോ? കേജ്രിവാളിന് അത്ര വേഗം എണീച്ച് നിൽക്കുക എന്ന് പറയുന്ന ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒന്ന്, വലിയ ഭൂരിപക്ഷത്തിൽ BJPയുടെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നു, അതാണ് നമ്പർ 1. നമ്പർ 2, അരവിന്ദ് കേജ്രിവാളിൻ്റെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കേജ്രിവാളിൻ്റെ കേസിൽ അദ്ദേഹത്തിനെ ശിക്ഷിക്കത്തില്ലെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ലല്ലോ. കേജ്രിവാൾ അകത്തായാൽ അത്ഭുതപ്പെടേണ്ടതില്ല. ഇല്ല. കാരണം വെച്ചാൽ കോടതി ഇത്രയും കാലം ജാമ്യം കൊടുക്കാതെ അദ്ദേഹത്തിനെ അവിടെ ഇഷ്ടപ്പെട്ട് പ്രൈമ ഫേഷ്യ കേസ് ഉണ്ടല്ലോ. അതെങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു അതൊക്കെ രണ്ടാമത്തെ കാര്യം. പക്ഷേ എന്തായാലും ശരി, അരവിന്ദ് കേജ്രിവാളിൻ്റെ ഈ ഒരു അദ്ദേഹം ബിൽഡ് ചെയ്തുകൊണ്ടൊന്നൊരു ഇമേജ് ഉണ്ടല്ലോ. ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരാൾ, വള്ളിച്ചെരുപ്പൊക്കെ ഇട്ട് ഒരു സാധാരണ വാഗണാർ കാറിൽ സഞ്ചരിക്കുന്ന, അതൊക്കെ ആയിട്ട് പോകുന്ന ഒരു ആൾ. അവസാനം അദ്ദേഹം കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് അദ്ദേഹത്തിൻ്റെ ബംഗ്ലാവ് മോടി പിടിപ്പിച്ചു. അധികാരത്തിൽ നിന്ന് പോകുന്ന ഘട്ടം വന്നപ്പോൾ ഭാര്യയെ അധികാര സ്ഥാനത്ത് ഇരുത്താൻ ശ്രമിച്ചു. അങ്ങനെ കേജ്രിവാളിനെ കുറിച്ചുള്ള സങ്കല്പം ഷാറ്റർ ചെയ്തവിടെ. അതിഷി ജയിച്ചിട്ടും കേജ്രിവാളും
മനീഷ് സിസോദിയായും ജയിച്ചില്ല. ഇവർ രണ്ടുപേരും ഈ കേസിൽ പ്രതികളായിരുന്നല്ലോ, മദ്യ കേസിൽ പ്രതിയായിരുന്നല്ലോ. അതാണ് അതിൻ്റെ പ്രശ്നം. എന്താ വെച്ചാൽ ഈ ഇവിടെ അരവിന്ദ് കേജ്രിവാൾ അദ്ദേഹത്തിൻ്റെ അഴിമതി വിരുദ്ധ ഒരു സംഭവം എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ബ്രാൻഡ് വിൽക്കാൻ ശ്രമിച്ചപ്പോൾ രണ്ട് പ്രതിയോഗികളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഒന്ന് കോൺഗ്രസും ഒന്ന് ബി ജെ പിയും. ബി ജെ പിയുടെ മുഖം എന്ന് പറയുന്നത് നരേന്ദ്രമോദിയാണ്. 10 വർഷത്തിലധികം നരേന്ദ്രമോദി ഇന്ത്യയിൽ അധികാരത്തിലിരുന്നു. പക്ഷെ ഒരു സഹമന്ത്രിക്കെതിരായിട്ടെങ്കിലും പോലും ഒരു അഴിമതി ആരോപണം ഉന്നയിക്കാൻ ഇവർക്കാർക്കും കഴിഞ്ഞില്ലല്ലോ. അപ്പോൾ അഴിമതി വിരുദ്ധ നിലപാട് ശക്തമായി സ്വീകരിച്ചിരിക്കുന്ന ആളാണ് മോദി. അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു അഴിമതി ആരോപണം ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തെ അഴിമതിയിൽ പെടുത്താൻ അദ്ദേഹത്തിനെ അഴിമതിക്കാരനാക്കാൻ ശ്രമിച്ചത് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി പറഞ്ഞു ചൗക്കിദാർ ചോർഹിയൻ. കാരണം അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഒരു പ്രതികാർ എന്നുള്ള നിലയ്ക്കാണ് രാഹുൽ ഗാന്ധി അത് ചെയ്തത്. രാജീവ് ഗാന്ധി ചോർഹെ എന്നൊരു മുദ്രാവാക്യം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു ഈ ബൊഫോഴ്സ് കേസ് വന്നപ്പോഴും. അതിന് ഒരു മറുപടി, ഒരു പ്രതികാരം എന്നുള്ള നിലയിലാണ് രാഹുൽ ഗാന്ധി റഫേൽ കൊണ്ടുവന്നിട്ട് ചൗക്കിദാർ ചോർഹെ എന്ന് ഇത് ഏറ്റു വിളിക്കാൻ KC വേണുഗോപാൽ പോലും ഇല്ലായിരുന്നു. കുറഞ്ഞ പക്ഷം എല്ലാ കാര്യത്തിനും KC ഉണ്ടല്ലോ, അയാൾ പോലും ഇദ്ദേഹത്തിൻ്റെ ഈ മുദ്രാവാക്യം ഏറ്റു വിളിക്കാനില്ലായിരുന്നു. അവസാനം രാഹുൽ ഗാന്ധി അവിടെ ഒറ്റപ്പെട്ടു എന്ന് മാത്രമല്ല, പാർലമെൻറ്റിൽ മറുപടി പറഞ്ഞുകൊണ്ട് മോദി നടത്തിയ പ്രസംഗത്തിൽ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് വെച്ചുകൊണ്ട് പറഞ്ഞു, മോനെ ചൗക്കിദാർ കള്ളനായിരുന്നു, അത് പക്ഷേ ഞാനല്ല, നിൻ്റെ അച്ഛനായിരുന്നു കള്ളൻ എന്ന് പറഞ്ഞതോടുകൂടി ആ മുദ്രാവാക്യത്തിൻ്റെ ഇടപാട് പറഞ്ഞു. ഇപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞു ഒരു പ്രോഡക്റ്റ് വിൽക്കുകയാണ് അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിൽ ചെയ്തത്. ആ പ്രോഡക്റ്റ് എന്ന് പറയുന്ന അഴിമതി വിരുദ്ധ പ്രതിച്ഛായ, ഫ്രീബീസ്, അത്തരം കാര്യങ്ങളുണ്ട്. അതവിടെ നിൽക്കുമ്പോഴും ആം ആദ്മി പാർട്ടി രൂപീകരിച്ച ആദ്യകാലം മുതൽ പ്രശാന്ത് ഭൂഷണൊക്കെ ഈ പ്രസ്ഥാനത്തോടൊപ്പം ചേർന്ന് നിൽക്കുകയും അദ്ദേഹം പിന്നീട് അകന്നു പോവുകയാണ് ചെയ്തത്. അതിൻ്റെ കാരണമായി പറയപ്പെടുന്നത് അല്ലെങ്കിൽ വിലയിരുത്തപ്പെടുന്നത് പാർട്ടിയുടെ തലപ്പത്തുള്ള ആൾ അതായത് ആം ആദ്മി പാർട്ടിയുടെ കൺവീനറും ഡൽഹി മുഖ്യമന്ത്രിയും ഒരാൾ തന്നെ ആകാൻ പാടില്ല എന്നുള്ളൊരു നിർദ്ദേശം അദ്ദേഹം വെക്കുകയുണ്ടായി. അത് അംഗീകരിക്കാൻ ആദ്യം തന്നെ ഇദ്ദേഹം തയ്യാറായിരുന്നില്ല. അതായത് എല്ലാ അധികാര കേന്ദ്രങ്ങളും തന്നിൽ തന്നെ ഫോക്കസ് ചെയ്യണം, അല്ലെങ്കിൽ താനായിരിക്കണം അധികാര കേന്ദ്രം എന്നുള്ളൊരു വാശി അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ വാശി അദ്ദേഹത്തിന് 10 വർഷം വരെ ഓടിക്കാൻ സാധിച്ചു. ഒരുപക്ഷെ ആ വാശി ആയിരിക്കുമോ അദ്ദേഹത്തിൻ്റെ ഈ ഒരു തിരിച്ചടിക്ക് കാരണമായിട്ടുണ്ടാവുക? ഒരു വലിയ പരിധി വരെ അതാണ്. കാരണം അരവിന്ദ് കെജ്രിവാൾ ഒരു ജനാധിപത്യവാദിയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ജനാധിപത്യം അല്ല, അദ്ദേഹത്തിന് ഒരു ഏകാധിപത്യ സ്വഭാവമുള്ള ആളാണ്. അതാണ് നമ്മൾ ഈ 13 വർഷത്തിനകത്ത് നമ്മൾ കണ്ടത്. അരവിന്ദ് കെജ്രിവാൾ എന്ന് പറഞ്ഞ ഏകാധിപതിയാണ്. മോദിക്ക് അദ്ദേഹത്തിനെ തൊടാൻ പറ്റില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ഒരു ഏകാധിപതിയുടെ വർത്തമാനമാണ്, വാചകങ്ങളാണ് അതിലൂടെ വരുന്നത്. അപ്പം തകർന്നു വീണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ അഹംഭാവവും അദ്ദേഹത്തിൻ്റെ ഏകാധിപത്യ പ്രവണതയും അധികാര ദുർമോഹവുമാണ് ആം ആദ്മി പാർട്ടിയുടെ തകർച്ചയ്ക്ക് വഴിതെളിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഇനി ഒരു തിരിച്ചുവരവ് ആം ആദ്മി പാർട്ടിക്ക് സാധ്യമാണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അതിൻ്റെ ഒരു അന്ത്യത്തിൽ അത് എത്തിക്കഴിഞ്ഞു. ഇനി മുന്നോട്ട് നീങ്ങാൻ കഴിയില്ല. ഈ തമിഴ്നാട്ടിൽ AIDMKയുടെ കാര്യം പരിശോധിച്ച് കഴിഞ്ഞാൽ ജയലളിത തനിക്ക് ശേഷം രണ്ടാം നിര നേതാക്കന്മാരെ വളർത്താതിരിക്കാൻ ബോധപൂർവമായിട്ട് ശ്രമിച്ചിരുന്നു, അല്ലെങ്കിൽ അവർ താല്പര്യപ്പെട്ടിരുന്നില്ല. തനിക്ക് ശേഷം പ്രളയം എന്നൊരു ചിന്താഗതി അവർക്കുണ്ടായിരുന്നു എന്നും ചിലർ വിലയിരുത്തുന്നു. അത്തരത്തിലൊരു ചിന്താഗതി കേജ്രിവാളിനുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ യോജിക്കുമോ? അല്ല, കേജ്രിവാളിന് അത്തരത്തിലൊരു ചിന്താഗതി ഉണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. കാരണം കേജ്രിവാൾ മനീഷ് സിസോദിയയെ വളർത്തിയെടുത്തല്ലോ, അതിഷിയെ തന്നെ ഒരു പടി താഴെയാണ് നിർത്തിയത്. അദ്ദേഹത്തിനൊക്കെ പല പടികൾ താഴെയാണ് നിർത്തിയത്. അത് വളരെ ബോധപൂർവം കേജ്രിവാൾ ചെയ്തു. ഇവിടെ പ്രോബ്ലം എവിടെയാണെന്ന് വെച്ചാൽ കേജ്രിവാളിൽ BJP കണ്ട അപകടം കേജ്രിവാളിൻ്റെ അഴിമതി വിരുദ്ധ നിലപാടായിരുന്നില്ല. അഴിമതി വിരുദ്ധ നിലപാട് കൊണ്ട് BJP ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ ഒരു അഴിമതി ആരോപണം ഉന്നയിക്കാനും പറ്റിയില്ല. ഉന്നയിച്ചവരൊക്കെ പരാജയപ്പെടുകയും ചെയ്തു. അതാണ് ഒന്നാമത്തെ കാര്യം. പക്ഷേ ഇവർ കേജ്രിവാളിനെ ഫോക്കസ് ചെയ്ത് എവിടെയാണെന്ന് വെച്ചാൽ കേജ്രിവാൾ അഴിമതി വിരുദ്ധ വികാരമൊക്കെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് കേജ്രിവാൾ നേരെ ഹനുമാനെ പിടിച്ചു. ഡൽഹിയിൽ അയോധ്യയിൽ ഇവർ രാമക്ഷേത്രം സ്ഥാപിച്ചപ്പോൾ ശ്രീരാമനെ BJP എടുത്തപ്പോൾ ഹനുമാനെ അരവിന്ദ് കെജ്രിവാൾ എടുത്തു എന്ന് മാത്രമല്ല, പരസ്യമായിട്ട് താൻ ഹനുമാൻ ഭക്തനാണെന്ന് പറഞ്ഞു. ഹനുമാൻ ചാലിസ ചൊല്ലിക്കൊണ്ടാണ് രാവിലെ പ്രഭാതം ആരംഭിക്കുന്നതും സന്ധ്യയ്ക്ക് കിടന്ന് ഉറങ്ങുന്നതെന്നും പരസ്യമായ മീറ്റിങ്ങിനാണ് കേജ്രിവാൾ ഇത് പറഞ്ഞത്. അത്ര ശക്തമായ നിലപാടാണ് അദ്ദേഹം. ഈ കാരണം എന്താ വെച്ചാൽ ഹൈന്ദവരുടെ വികാരത്തെ, ഒരു ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെ, BJPയുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെ അതേ നാണയത്തിൽ ഒന്ന് എതിർക്കുക എന്നുള്ളതായിരുന്നു കേജ്രിവാളിൻ്റെ നിലപാട്. ഇത് നമ്മൾ BJPയുടെ ചരിത്രം നോക്കിയാൽ ഹിന്ദുത്വത്തെ തൊടുന്ന ആരെയും BJP സഹിക്കത്തില്ല, വേറെ എല്ലാവരും സഹിക്കും. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം ശിവസേനയാണ്. സത്യത്തിന് അയോധ്യയിലുണ്ടായിരുന്ന തർക്കമന്ദിരം പൊളിച്ചു കളഞ്ഞതിൽ ആദ്യം പങ്കുവഹിച്ചത് ശിവസേനക്കാരാണ്. മഹാരാഷ്ട്രയിൽ നിന്ന് പോയി ശിവസേനക്കാരാണ് അത് പൊളിച്ചു കളഞ്ഞത്.
അപ്പം അതിൽ ഉദ്ധവ് താക്കറെ ഭയങ്കരമായിട്ട് അഭിമാനിക്കുകയും ചെയ്തു, ഞങ്ങൾ ആ ശിവസേനയുടെ കർസേവകരാണ് ചെയ്തതെന്ന്. പക്ഷേ ഉദ്ധവ് താക്കറേക്ക് ഈ ഇദ്ദേഹത്തെ പോലെ തന്നെ ഈ മഹാരാഷ്ട്രയിലെയെങ്കിലും ഹിന്ദുക്കളുടെ നേതാവ് താനാണ് എന്ന് വരുത്തി തീർക്കാനും തൻ്റെ വരുതിയിൽ വേണം BJP അടക്കമുള്ള ഘടകകക്ഷികൾ നിൽക്കാനെന്നും ഒക്കെ അദ്ദേഹം ആഗ്രഹിച്ചു. പക്ഷേ ബാൽ താക്കറെ അദ്ദേഹത്തിൻ്റെ പിതാവിൽ നിന്ന് വളരെ അകലെയാണ് ഉദ്ധവ് താക്കറെ നിൽക്കുന്നതെന്ന് ഉദ്ധവ് താക്കറയ്ക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഇത് ഒരു പൊളിറ്റിക്കൽ ലീഡറിന് രാഷ്ട്രീയത്തിൽ അയാളുടെ സ്പേസ് എവിടാണ് എന്ന് അടയാളപ്പെടുത്തുന്നതിലാണ് അയാളുടെ വിജയം ഇരിക്കുന്നത്. തൻ്റെ സ്പേസ് ഇവിടാണ്, ജനങ്ങൾ ഇങ്ങനെയാണ് തന്നെ കാണുന്നത്, താൻ ഇങ്ങനെ വേണം മുന്നോട്ട് പോകാൻ, താൻ ഇങ്ങനെ വേണം ജനങ്ങളെ അഭിസംബോധന ചെയ്യാൻ, ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാകണം. അതില്ലാതെ വന്നതാണ്. അപ്പോൾ ഉദ്ധവ് താക്കറേക്ക് പറ്റിയത് തന്നെയാണ് ഇദ്ദേഹത്തിനും പറ്റിയത്. പക്ഷേ അത് രസകരമായൊരു കാര്യം, ആം ആദ്മി പാർട്ടി വരുന്നതിന് മുമ്പ് കോൺഗ്രസിൻ്റെ കുത്തകയായിരുന്നു ദില്ലിയിൽ. അതായത് ഷീലാ ദീക്ഷിതാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. അതിനു മുമ്പ് സുഷമ സ്വരാജ് ഉണ്ടായിരുന്നു, മദൻലാൽ ഖുറാന ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഷീലാ ദീക്ഷിത് വന്നത്. ഷീലാ ദീക്ഷിതുമായിട്ട് നേരിട്ട് ഏറ്റുമുട്ടിയാണ് അരവിന്ദ് കെജ്രിവാൾ. ഷീലാ ദീക്ഷിതിന് കിട്ടിയ ടോട്ടൽ വോട്ടിനേക്കാൾ കൂടുതലായിരുന്നു അരവിന്ദ് കെജ്രിവാളിന് കിട്ടിയ ഭൂരിപക്ഷം. അതും ഡൽഹി പോലെ ഒരു സ്ഥലത്ത്. ഇപ്പോൾ ഡൽഹിയിൽ വന്ന സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, അരവിന്ദ് കെജ്രിവാളിൻ്റെ അഴിമതി വിരുദ്ധ മുഖംമൂടി തകർന്ന് താഴെ വീണു. അത് മോഡിയുടെ മുന്നിൽ ചിലവായില്ല. കേജ്രിവാൾ കള്ളനാണ് എന്ന് തന്നെയാണോ താങ്കൾ വിശ്വസിക്കുന്നത്? അല്ല, കേജ്രിവാൾ കള്ളനാണെന്നും കോടതിയാണ് പറയേണ്ടത്. പക്ഷേ കേജ്രിവാൾ നമ്മൾ വിചാരിക്കുന്ന അത്ര വലിയ മഹത്വമുള്ള ഒരാളാണെന്ന് ഞാൻ കരുതുന്നില്ല. കേജ്രിവാളിൻ്റെ പേരിൽ ആരോപണത്തെക്കുറിച്ച് അന്നാ ഹസാരെ തന്നെ ശരിവെച്ചല്ലോ, മദ്യനയം വന്നപ്പോൾ കേജ്രിവാളിന് അടിതെറ്റി എന്ന് പറഞ്ഞല്ലോ. അപ്പം കേജ്രിവാൾ നമ്മൾ വിചാരിക്കുന്ന അത്ര പെർഫെക്റ്റ് ആയിരുന്നുവെങ്കിൽ ഇങ്ങനൊരു അഭിനയത്തിൻ്റെ വേണ്ടി ആവശ്യമില്ലായിരുന്നു. വള്ളിച്ചെരുപ്പും റൊണാൾഡ് പേനായും അതുപോലെ തന്നെ ഇതൊക്കെ ഉപയോഗിക്കുന്ന ആൾ കോടികൾ മുടക്കിയ ഒരു ആഡംബര വസതിയിലാണ് താമസിച്ചിരുന്നതെന്നുള്ളതാണ്. അപ്പം ഈ ആം ആദ്മി പാർട്ടി ദില്ലി നിന്നത്, ഇതൊരു പക്ഷേ ദില്ലിയിലെ ഈ ഫൈറ്റ് വ്യത്യസ്തമായ രൂപത്തിൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ദില്ലിയിൽ ആദ്യം നിന്നത് കേജ്രിവാളിൻ്റെ അഴിമതി വിരുദ്ധ നിലപാട്, കേജ്രിവാളിനെ ബ്രാൻഡ് ചെയ്തുകൊണ്ട് അവിടെ നിന്നു. ആ അഴിമതി വിരുദ്ധ നിലപാട് മോദിയുടെ ബ്രാൻഡിൻ്റെ മുന്നിൽ അത് ചിലവായില്ല. ഏറ്റവും ദയനീയമായി പരാജയപ്പെട്ടത് കോൺഗ്രസ്സാണ്. അവർ സമ്പൂജിതരായി, 3 പ്രാവശ്യമായിട്ട് സമ്പൂജിതരാകുകയാണ്. എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സോണിയാഗാന്ധിയും ജീവിക്കുന്ന ദില്ലിയിലാണ് അവർ 3ാം സ്ഥാനത്ത് എത്തുന്നത്. ഇവരെ നിത്യവും കാണുന്ന ദില്ലിയിലെ ജനങ്ങളാണ് ഇവരെ പരിതാപകരമായി തോൽപ്പിച്ചു വിട്ടത്. കിട്ടിയില്ല. 3 സ്ഥലത്തും കണ്ട് കെട്ടിവെച്ച കാശ് കിട്ടിയുള്ളൂ, ബാക്കിയൊന്നും കിട്ടുപോലുമില്ല. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം എവിടെയാണെന്ന് ചോദിച്ചാൽ, ഇന്ത്യയുടെ തലസ്ഥാനത്ത് അരവിന്ദ് കെജ്രിവാളിൻ്റെ ആം ആദ്മി പാർട്ടിയുടെ അഴിമതി വിരുദ്ധ ബ്രാൻഡും നരേന്ദ്രമോദിയുടെ വികസന ബ്രാൻഡും, ഈ കോൺഗ്രസ് ഇന്ത്യയിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് നല്ല ഒന്നാമത്തെ ഒരു പൊളിറ്റിക്കൽ ബ്രാൻഡിൻ്റെ പേരിലാണ്. ഗാന്ധി കുറേ കാലമായിട്ട് അത് വിറ്റതാണ്. നെഹ്റുവിൻ്റെ കാലം തൊട്ട് വിൽപ്പന ആരംഭിച്ചാണ് ഈ ഗാന്ധി ബ്രാൻഡിങ്. ആ ഗാന്ധി ബ്രാൻഡിൽ ഇറ്റാലിയൻ കോൺഗ്രസിനെയാണ് വിൽക്കാൻ ശ്രമിച്ചത്. അപ്പോൾ ജനങ്ങൾ ഗാന്ധി ബ്രാൻഡിൽ വിൽക്കുന്ന സ്ഥലം മാനുഫാക്ചർഡ് ഇൻ ഇറ്റലി ആണ് എന്ന് ഇന്ത്യയിലെ ജനങ്ങൾ തിരിച്ചറിയുകയാണ്. ഇവിടെ കോൺഗ്രസിൻ്റെ തകർച്ച തുടങ്ങുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോയ മറ്റൊരാൾ, ഇതുവരെ ഒരു മീഡിയ ഇതിനെക്കുറിച്ച് പറയുന്നത് ഞാൻ കണ്ടില്ല. ഈ നരേന്ദ്രമോദിയുടെ കാലം വരെ, നെഹ്റുവിൻ്റെ കാലം മുതൽ തൊട്ട് നരേന്ദ്രമോദിയുടെ കാലം വരെ ഡൽഹി രാഷ്ട്രീയത്തെ കട്ടന് പിന്നിൽ നിന്ന് നിയന്ത്രിച്ച ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ദില്ലിയിൽ ജുമാ മസ്ജിദിലെ ഇമാം ബുഖാരിയാണ്. അത് വലിയൊരു പാരമ്പര്യം ഉള്ള ആളാണ് ഇമാം ബുഖാരി. 1656 ഷാജഹാൻ മുഗൾ ചക്രവർത്തിയായിരുന്ന കാലത്താണ് ഈ ബുഖാരി ഫാമിലിയെ ഈ ഇമാമായിട്ട് നിയമിക്കുന്നത്. പിന്നീട് പരമ്പരാഗതമായിട്ട് അവർക്ക് കിട്ടിയൊരു അവകാശമാണ്. അതുകൊണ്ട് ഇന്ത്യയിൽ വരുന്ന ഏത് പ്രധാനമന്ത്രിയും ദില്ലിയിൽ താമസിക്കുന്ന എല്ലാ ആളുകളും ബുഖാരിയുടെ അനുഗ്രഹം തേടിയാണ് കാര്യങ്ങൾ ചെയ്തിരുന്നത്. ബുഖാരി ആരെയും അങ്ങോട്ട് കാണാൻ പോവില്ല. അദ്ദേഹത്തെ പ്രധാനമന്ത്രിമാർ ബുഖാരിയുടെ വീട്ടിലെത്തിയാണ് കാണുന്നത്. ബുഖാരിക്കെതിരെ ഒരിക്കൽ ഡൽഹി ഹൈക്കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചു. പോലീസിന് അറസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. പോലീസ് പറഞ്ഞു ഞങ്ങളെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്താൽ ഡൽഹി കത്തും, അതുകൊണ്ട് ഞങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത്ര പവർഫുള്ളാണ്. പക്ഷേ 1656 വന്ന ബുഖാരി എന്ന് പറയുന്ന ആ ഒരു അധികാര കേന്ദ്രം, അങ്ങനെയുള്ളൊരു കുടുംബം അവസാനം ഇവിടെ തകർന്നു വീണത് 2025 നരേന്ദ്രമോദിയുടെ മുന്നിൽ വീഴുകയാണ്. നെഹ്റു മുതൽ വാജ്പേയി അടക്കം ഉള്ള പ്രധാനമന്ത്രിമാരൊക്കെ ബുഖാരിയെ അംഗീകരിച്ചു പോയപ്പോൾ ദില്ലി ഇമാമിനെ ഒന്നുമല്ലാതാക്കി മാറ്റി നരേന്ദ്രമോദി എന്നുള്ള ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി കൂടെ BJP അതിനകത്ത് സ്വീകരിച്ചു എന്ന വസ്തുത നമുക്ക് മറന്നുകൂടാ. എങ്കിൽ 7 മണ്ഡലങ്ങളിലെ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് നിർണായകമായ ഭൂരിപക്ഷമുണ്ട്.
അവിടെയൊക്കെ എനിക്ക് തോന്നുന്നത് അതിൽ കഴിഞ്ഞ പ്രാവശ്യം 5 മുസ്ലിം MLA-മാരുണ്ടായിരുന്നു. ഇപ്പോൾ അത് കുറഞ്ഞ് 4 മുസ്ലിം MLA-മാരായിട്ടുണ്ട്. അപ്പോൾ അവർ ആം ആദ്മി പാർട്ടിയുടെ ആണല്ലോ സ്വാഭാവികമായിട്ട് വരുന്നത്. ഇനി BJPക്ക് ഒരു MLA ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അതിനെ കൺഫേം ചെയ്ത് എനിക്ക് പറയാൻ പറ്റുന്നില്ല. എന്തായാലും ശരി, ആം ആദ്മി പാർട്ടിക്കാണ് ദില്ലിയിലെ മുസ്ലിങ്ങൾ വോട്ട് ചെയ്തത്. അത് ആ കാലഘട്ടത്തിലെ ഒരു ടെലിവിഷൻ ചാനൽ സംഘം ചെന്ന് ആളുകളുമായിട്ട് സംസാരിച്ചപ്പോഴേ അവിടെയുള്ള ചില മുസ്ലിം നേതാക്കന്മാർ പറഞ്ഞത്, അവർ ചോദിച്ചു, നിങ്ങൾ ഈ ശ്രീരാമഭക്തനായ മോദിയെ എതിർക്കുമ്പോൾ ഹനുമാൻ ഭക്തനായ കേജ്രിവാളിനാണോ വോട്ട് ചെയ്യുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടി, കേജ്രിവാൾ വന്ന് ഞങ്ങളെ സഹായിക്കുമെന്നോ രക്ഷിക്കുമെന്നോ ഞങ്ങൾക്ക് ഒരു ധാരണയില്ല. പക്ഷേ ഞങ്ങളുടെ ടാർഗറ്റ് നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദിയെ തോൽപ്പിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല. നരേന്ദ്രമോദിയെ തോൽപ്പിക്കാനായിട്ട് ഇവിടെ ഡൽഹിയിൽ കേജ്രിവാളിനെ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ കേജ്രിവാളിനെ വോട്ട് ചെയ്യുന്നത്. കേജ്രിവാളിനെ വിശ്വസിച്ച് ചെയ്യുന്ന ഞങ്ങൾ വോട്ടല്ല. കേജ്രിവാളിനോട് ഞങ്ങൾക്ക് വിശ്വാസമില്ല. കേജ്രിവാളിന് നടപടികളിലും ഒന്നും ഞങ്ങൾക്കൊരു താല്പര്യമില്ല. പക്ഷേ ഞങ്ങളുടെ ടാർഗറ്റ്, ഞങ്ങളുടെ ലക്ഷ്യം മോദിയെ എതിർക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമാണെന്ന് പറയുന്നത്. മനസ്സിലായി സാർ. ഇത് പറയുമ്പോഴും ഒരു പൊതു വിലയിരുത്തൽ വരുന്നുണ്ട്. അതായത് ആം ആദ്മി പാർട്ടി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മത്സരിക്കുന്നു, BJP അവരുടേതായ രീതിയിൽ പോകുന്നു, കോൺഗ്രസ് ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമാണെങ്കിലും കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും 2 തട്ടകങ്ങളിൽ നിന്നുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഒരു പക്ഷേ ഇവർ രണ്ടുപേരും, ആം ആദ്മി പാർട്ടിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഒരുമിച്ചായിരുന്നു തെരഞ്ഞെടുപ്പിനെ നേരിട്ടതെങ്കിൽ ഇനി ചില മണ്ഡലങ്ങളിലെങ്കിലും അവർക്ക് കെട്ടിവെച്ച കാശെങ്കിലും തിരികെ പിടിക്കാമായിരുന്നു, അല്ലെങ്കിൽ കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ കുറച്ച് മണ്ഡലങ്ങളിലെങ്കിലും അവർക്ക് ജയിക്കാമായിരുന്നു എന്നൊരു നറേഷൻ അല്ലെങ്കിൽ എന്നൊരു വിലയിരുത്തൽ ചില കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്നു. താങ്കളുടെ പക്ഷം? തീർച്ചയായിട്ടും ആകുമെന്ന്. കാരണം കോൺഗ്രസ് 6% വോട്ട് പിടിച്ചു. ഈ 6% വോട്ട് എല്ലാം ആം ആദ്മി പാർട്ടിക്ക് കിട്ടിയില്ലെങ്കിലും ഇപ്പോഴത്തെ അവരുടെ നില മെച്ചപ്പെടുത്താനും കോൺഗ്രസ്സിന് ഒരു 4-5 MLA-മാരെ സൃഷ്ടിക്കാനും ശക്തമായൊരു പ്രതിപക്ഷമായിട്ട് ദില്ലി നിയമസഭയിൽ ഇരിക്കാനും ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞതിന് ഇവിടെ തകർന്നു പോയത് ഇന്ത്യ മുന്നണിയാണ്. ഇവിടെ കോൺഗ്രസിനെ പറ്റിയ ഒരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, അരവിന്ദ് കേജ്രിവാൾ ഇവിടെ തോറ്റതോടുകൂടി ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസിൻ്റെ ബാർഗെയിനിങ് പവർ ഇല്ലാതായി. ഇനി വരാൻ പോകുന്ന ബീഹാറാണ്. ബീഹാറിൽ തേജസ്വി യാദവും ലാലു പ്രസാദിൻ്റെ പാർട്ടിയുടെ ആളുകളുമൊക്കെ അവരൊക്കെ പറയും, നിങ്ങൾ ഡൽഹിയിൽ കേജ്രിവാളിനെ തോൽപ്പിച്ചു, ഇവിടെ വന്ന് ഞങ്ങളെ കൂടെ തോൽപ്പിക്കാൻ വന്നിരിക്കുന്നത്, അതുകൊണ്ട് കാര്യം ചെയ്തു, കിട്ടുന്ന സീറ്റ് വാങ്ങിച്ചുകൊണ്ട് പോയിക്കൂ എന്ന് പറയും. അപ്പോൾ അവിടെ ബാർഗെയിൻ ചെയ്യാൻ പറ്റാതായിപ്പോയി കോൺഗ്രസ്സിന്. അതാണ് സ്ട്രാറ്റജിക്കലായിട്ട് കോൺഗ്രസിന് പറ്റിയ വലിയൊരു പോളിസിയാണത്. ഇനി രണ്ടാമത് വരുന്നത് യു പിയിൽ ഇത് തന്നെ സംഭവിക്കും. യു പിയിൽ അഖിലേഷ് യാദവാണ് നിൽക്കുന്നത്. അഖിലേഷ് യാദവ് പറയും, നിങ്ങൾ ഇത് തന്നെയല്ലേ കേജ്രിവാളിനോട് ചോദിച്ചത്, അത് തന്നെയാണോ ഞങ്ങളോടെയും കാണിക്കുന്നത്? ഇതൊക്കെ പറയും. ഇതൊക്കെ കോൺഗ്രസിൻ്റെ ബാർഗെയിനിങ് പവർ ഇന്ത്യ മുന്നണിയിൽ ഇല്ലാതാക്കിയ ഒരു തെരഞ്ഞെടുപ്പാണ് ഈ ദില്ലിയിൽ നടന്ന തെരഞ്ഞെടുപ്പ്. ഒപ്പം ഇടതുപക്ഷ കക്ഷികളെ അപ്രസക്തരാക്കിയൊരു തെരഞ്ഞെടുപ്പാണിത്. ഏതോ ഒരു ട്രോൾ ഞാൻ കണ്ടു. യെച്ചൂരി ജീവിച്ചിരുന്ന സമയത്ത് നടത്തിയ തെരഞ്ഞെടുപ്പിൽ CPM വലിയ മുന്നേറ്റം നടത്തി. അന്ന് അവർക്ക് 837 സീറ്റ് വോട്ട് കിട്ടി ഒരു സീറ്റിൽ. പക്ഷേ യെച്ചൂരി മരിച്ചു കഴിഞ്ഞപ്പോഴേ അത് 836 കുറഞ്ഞു. അത് വലിയ അപരിഹാര്യമായൊരു നഷ്ടമാണ് സംഭവിച്ചത്. എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ആളുകളെ സ്വാധീനിക്കുന്ന പണ്ട് ഈ സോഷ്യൽ മീഡിയയിലായിരുന്നപ്പോൾ നമുക്ക് പത്രങ്ങളല്ലേ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇടതുപക്ഷം മലയാളികൾ ഇഷ്ടംപോലെ ഇടതുപക്ഷ അനുഭാവികളുള്ള ആളുകൾ താമസിക്കുന്ന 80,000 1 ലക്ഷത്തിനടുത്ത് മലയാളി അവിടെ താമസിക്കുന്നുണ്ട്. അവർ പോലും ഇടതുപക്ഷ അനുഭാവികൾ പോലും CPM-ന് അവിടെ വോട്ട് ചെയ്തില്ല എന്ന് പറയുമ്പോൾ ഇന്ത്യൻ തലസ്ഥാനത്ത് എത്ര ദയനീയമായൊരു പരാജയമാണ് ഇടതുപക്ഷത്തിനുണ്ടായത് എന്നാലോചിച്ച് നോക്കണം. അവർ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതാണ് ഏറ്റവും വലിയ മണ്ടത്തരം. മനസ്സിലായി. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കും എന്ന് മാത്രമല്ല, അത് കോൺഗ്രസിനെ കൂടുതൽ ദുർബലമാക്കുകയും ചെയ്യും എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കുമോ മോദി ഫാൻസ് അല്ലെങ്കിൽ മോദിയുടെ ആരാധകർ, അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി മോദി ഇഷ്ടപ്പെടുന്നവരൊക്കെ പറയുന്നു, അരവിന്ദ് കേജ്രിവാൾ ഊരിയ വാൾ തിരിച്ചു തന്നെ വെക്കേണ്ടി വരും, ആ വാളിനെ എടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. താങ്കൾക്ക് അതേ പക്ഷം തന്നെയാണോ? അരവിന്ദ് കേജ്രിവാളിന് വാൾ കൊണ്ട് വലിയ കാര്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം കേജ്രിവാൾ, അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു പൊളിറ്റിക്കൽ സ്റ്റാർട്ടപ്പ് ആയിരുന്നല്ലോ. അതൊരു ഐഡിയോളജിയുടെ അടിസ്ഥാനത്തിലല്ലല്ലോ ആം ആദ്മി പാർട്ടി ഉണ്ടായത്. ഒരു ഇഷ്യൂ ബേസ്ഡ് പാർട്ടിയാണ്. ഇഷ്യൂ ബേസ്ഡ് ആണ് ഈ പാർട്ടി. അഴിമതി വിരുദ്ധ വികാരം. അരവിന്ദ് കേജ്രിവാൾ തന്നെ ഒരിക്കൽ പറഞ്ഞു, ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ആദർശമൊന്നുമില്ല, ഏത് നല്ല ആദർശങ്ങളെ ഞങ്ങൾ സ്വീകരിക്കുമെന്ന്. ഇതൊക്കെ സൂപ്പർ മാർക്കറ്റാണ്, എല്ലാ ഉൽപ്പന്നവും വിൽക്കാൻ. അപ്പോൾ അത് കേജ്രിവാൾ ആ നിലപാടാണ് സ്വീകരിച്ചത്. ഞാനിവിടെ പറഞ്ഞു വന്നത്, താൽക്കാലികമായി ദില്ലിയിലെ ജനങ്ങൾക്ക് BJP-യോടും കോൺഗ്രസിനോടും ഉണ്ടായിരുന്ന ശക്തമായ ഒരു വികാരത്തിനെ ഫലപ്രദമായി ഉപയോഗിക്കാൻ തന്ത്രശാലിയായ അരവിന്ദ് കേജ്രിവാളിന് കഴിഞ്ഞു. 13 വർഷം അദ്ദേഹത്തിന് ദില്ലി ഭരിക്കാൻ കഴിഞ്ഞത് തന്ത്രശാലിയായ ഒരു നേതാവായതുകൊണ്ടാണ്. തട്ടിച്ചു നോക്കുമ്പോൾ, കമ്പയർ ചെയ്യുമ്പോൾ രാഹുൽ ഗാന്ധിയേക്കാൾ സമർത്ഥനും തന്ത്രശാലിയും തന്നെയാണ് കേജ്രിവാൾ.
മനസ്സിലായി സാർ. ഇപ്പോൾ എന്തായാലും ആം ആദ്മി പാർട്ടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. പക്ഷേ ഇനിയിപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പ് വരികയാണ്. ഇപ്പോൾ കോൺഗ്രസിന് എന്താണ് ആവുന്നതായി ശേഷിക്കുന്നത് എന്നുള്ളത് ബീഹാർ തെരഞ്ഞെടുപ്പോട് കൂടി നമുക്ക് ചിത്രം വ്യക്തമാവും. നമുക്ക് നോക്കാം. നന്ദി.